ഇങ്ങ നോക്ക്, എന്റെ മോളെ നിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ച് പോകുന്നത്. ഇല്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കി എന്താ ചെയ്യും നിങ്ങൾ എന്നെ? പ്രായമുള്ള ആളാണെന്ന് കരുതി ഞാൻ മര്യാദക്ക് ഇരിക്കുമ്പോ നിങ്ങള് എന്ത് ചെയ്യുന്നേ? മാറമേ അങ്ങോട്ട്. എന്തോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, എന്താ ചെയ്യുന്നേ നോക്കട്ടെ. ക്ഷമിക്കണ്ട, ചെയ്യ്. എടോ ചെയ്യോടോ, ഞാൻ കാണട്ടെ. എടി, നിന്റെ അച്ഛനോട് എന്നെ ചെയ്യാൻ പറയടി. ദേ ഇങ്ങോട്ട് നോക്ക്, എന്നെ സംബന്ധിച്ച് തെറ്റ് ചെയ്താലല്ല, തെറ്റാണെന്ന് അറിഞ്ഞാലേ അടിക്കും ഞാൻ. അത് നിങ്ങൾ ചോദിക്കരുത്. ആർക്കാടി ബഹുമാനം ഇല്ലാത്തത്? നിന്റെ അച്ഛൻ എന്താ വലിയ ബഹുമാനമുള്ള ആളാണ്. എന്താ പാർവതി ആണുങ്ങളോട് കൈനീട്ടി സംസാരിക്കുന്നത്? എന്റെ മോളെ നീ അടിക്കുമല്ലേ? എടാ നീ അങ്ങോട്ട് നോക്കണേ, നമ്മുടെ കൊമ്പൻ ചരിഞ്ഞത് കണ്ടില്ലേ? എടാ മണ്ട, ഈ കാര്യം ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ കണ്ടോണം. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്, ചെമ്മനാട്ടുകാരനെ അരയങ്കാവാരനെ അടിച്ചിരിക്കുന്നു. എന്റെ വീട്ടിൽ വന്ന് എന്നെ അടിക്കുമല്ലോടോ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ അടിച്ചിട്ട് പോലെ ഇന്ന് അയാളെ ഞാൻ പറഞ്ഞില്ലേ? ഇന്ന് അയാളെ ഞാൻ എന്നെ വിടാനാ പറഞ്ഞത്. അവനെ വിട്, അവൻ എന്ത് ചെയ്യുന്നു കാണട്ടെ. ആടിനെ വെട്ടുന്ന പോലെ തന്നെ വെട്ടിലേക്കോ. അടിച്ചു. എന്റെ മോളെ നിനക്ക് തന്നതിന് എനിക്കുള്ള സമ്മാനമാണിത്. ഇനി അടിച്ചു. മോളെ എനിക്ക് തന്ന എന്റെ വീട്ടിൽ വന്നപ്പോഴും ചോറ് നക്കിക്കൊണ്ടിരിക്കണോ? പെണ്ണിനെ തന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോകണ്ടേ? എന്തിനാ എന്റെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നേ? എന്താ നിങ്ങൾ പറഞ്ഞ? എന്താ പറഞ്ഞെന്ന്? എന്റെ അച്ഛനെ നിങ്ങളിപ്പോ അടിച്ചതുപോലും ഒരുപക്ഷെ ഇന്നാന്ന് ഞാൻ ചോദിക്കില്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് എന്റെ അച്ഛൻ എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ എപ്പം നിങ്ങൾ നിങ്ങളുടെ വാ തുറന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഞാനും എന്റെ അച്ഛനും ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ വീട്ടിൽ നിൽക്കില്ല. അച്ഛൻ വാ. ഒരു ആൺചെറുക്കിന് ഇത്രയും ദേഷ്യം ഉണ്ടാ പാടില്ലടാ. എപ്പൊ നീ ആ പെങ്കൊച്ചിനെ അവിടെ അപ്പനെ കൈ നീട്ടി അടിച്ചോ, ഇനി ഒറ്റ നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ലടാ. മാനം കെട്ട കഞ്ഞി കുടിച്ചാലും ഞാൻ അവരോടൊപ്പം കഴിഞ്ഞോളാടാ. ചേട്ടാ, ചേട്ടൻ എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കുന്നേ? ചേട്ടൻ ചെയ്തു തന്നെയാണ് ശരി. വരേണ്ടതെല്ലാം വഴി തങ്ങാറില്ലെന്ന് പറയാറുണ്ട്. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി അവൻ കുറെ കാലമായിട്ട് ഇങ്ങനെ കിടന്ന് തുള്ളുകയാണ്. എന്താ മോളെ ഇത്? അച്ഛന്റെ തലയ്ക്ക് കൊണ്ട് അടിക്കും, മനസ്സിൽ കൊണ്ട് വേദനയ്ക്ക് ഈ മരുന്നാ നല്ലത്. ഇത് ഞാൻ അച്ഛന് ഒഴിച്ചു തരില്ല. അങ്ങനെ തന്നെ കുടിച്ചോ. എന്നെ പോലെ കഷ്ടപ്പെടുന്നവൻ കുടിക്കുന്നത് ശരീരവേദനയ്ക്ക് മാത്രമാണ്. മനസ്സിന്റെ വേദന മാറ്റാൻ കുടിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കുടിക്കണം. അങ്ങനെ കുടിക്കാൻ തുടങ്ങിയ വീടും നാടും രക്ഷപ്പെടുക മോളെ. ശരീരവേദനയ്ക്ക് കുടിച്ചാലും വിഷം വിഷം തന്നെയാ. ഇന്നു മുതൽ ഇത് ഞാൻ കൈകൊണ്ട് തൊടില്ല മോളെ. എടോ, എന്തിനാ താൻ ഈ കുപ്പി അടിച്ചു പൊട്ടിക്കുന്നേ? ചേട്ടാ, എന്റെ ഭാര്യ എന്നെ ഒന്നും അടിക്കും ചേട്ടാ. അടിച്ച തിരിച്ചടിച്ചാ പോരെ, കഴിഞ്ഞില്ലേ? അടിക്കാൻ കൈ എടുക്കുമ്പോ കടിക്കും ചേട്ടാ. കടിക്കുന്ന അവിടെ തല പൊട്ടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്റെ കയ്യിലിരുന്ന കുപ്പി പൊട്ടിച്ചല്ലോ. എന്താ സ്ഥലം ഇവിടെ? ഇതൂടെ കുടിച്ചിട്ട് പോയിക്കോളാം. വെറുതെ അല്ലടാ നിന്റെ പെണ്ണുമ്പിള്ള നിന്നെ അടിക്കുന്നത്. കണ്ടില്ലേ മരുമോനെ, പെണ്ണ് കെട്ടിയ ടെൻഷൻ ഉറപ്പാ. അത് തള്ളയായാലും കൊള്ളാം, പിള്ളയായാലും കൊള്ളാം. നീയല്ലേ മരുമോനെ പറഞ്ഞത് ആണുങ്ങൾക്ക് വോട്ട് കൊടുത്ത ഒരു പ്രാവശ്യം ജയിക്കാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് വോട്ട് കൊടുത്താൽ 9 പ്രാവശ്യം ജയിക്കാവുന്ന? പെണ്ണുങ്ങളെ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കോടാ? ഇത് കണ്ടില്ലേ, ഞണ്ടുപോലെ ഇറുക്കി കളയും. ആ വേദന മാറണമെങ്കിൽ ഇവനെ കൊണ്ടേ പറ്റൂ. ഇതിന് ആൽക്കഹോൾ എന്ന് പേര്. എങ്ങനെ ഇതിനെ പേര് കിട്ടിയത്? ആൾക്കാർ മാറി മാറി അടിക്കുന്നതുകൊണ്ട് ഇതിനെ ആൽക്കഹോൾ എന്ന് വിളിക്കുന്നു. ഞാൻ കെമിസ്ട്രി പഠിച്ചപ്പോ പഠിച്ചതാ. വീര്യം പോകും അടി. മുടിഞ്ഞു.
എന്തുവാണത്? അല്ലെങ്കിൽ തന്നെ താൻ കാരണം സ്റ്റേഷനും കോടതിയുമായി ഇവൻ അലഞ്ഞു നടക്കുക. അതുപോലെ തന്നെ ഈ കള്ളു ഊറ്റിക്കൊടുത്ത് അവനെ കുടിയനാക്കുമല്ലേ? എന്റെ മണികണ്ഠ ഇനി ഒരു പ്രാവശ്യം അവരോട് കുടിക്കാൻ പറഞ്ഞാലുണ്ടല്ലോ. വലിയ മിടുക്കായി പോയി മണികണ്ഠ. നീ കൂടുതൽ സംസാരിക്കണ്ട. ഒരെണ്ണം കൊണ്ട് ഡാ, വാ. എന്താടാ 2 ദിവസം നാട്ടിൽ നിന്നു മാറി, അതിനിടയ്ക്ക് ഇത്രയും വലിയ പ്രശ്നം നീ ഉണ്ടാക്കി വെച്ചോ? ദേ നോക്കിയേട്ടാ, ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഉടുമ്പുരവി അടിയുണ്ടാക്കിയോണ്ടല്ലേ ഞാൻ എന്നെ പോയി അടിച്ചിട്ട് വന്നത്. അമ്മായച്ചനാണെങ്കിൽ അത് മനസ്സിലാക്കാതെ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് പോയി പറഞ്ഞു കൊടുത്തേക്കുന്നു. അവർ രണ്ടും പറഞ്ഞത് കേട്ടിട്ട് എന്നെ കഴിക്കാൻ പോലും സമ്മതിക്കാതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കുന്നു. അമ്മയാണെങ്കിൽ എന്നോട് സംസാരിക്കാതെ മുഖം വീർപ്പിച്ചിരിക്കുന്നു. അവളാണെങ്കിൽ പാത്രം എടുത്ത് ഡമ്മെന്ന് വെക്കുന്നു. അതിന് ഞാനെന്ത് തെറ്റാ ചെയ്തേ? ആരുടെയെങ്കിലും കയ്യെ പിടിച്ച് വലിച്ചോ, അതോ ഇയാളെ പോലെ കുടിച്ചിട്ട് ചാണകത്തി വേണോ ഞാൻ? എന്റെ മരുമോനെ നീ എന്ത് തോന്നിവാസായി പറയുന്നേ? ഒന്നും മിണ്ടാതിരി. എന്ന് വെച്ച് സ്വന്തം അമ്മായിപ്പനെ തലയടിച്ച് പൊട്ടിക്കണോ? എന്നെ അടിക്കാൻ വന്ന പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ, സ്വന്തം അച്ഛന്റെ മുമ്പിൽ വെച്ച് മോളെ അടിക്കാൻ വന്നാൽ അയാൾ വെറുതെ നോക്കിക്കോ? എന്താ എന്റെ ഭാര്യ അടിക്കാൻ എനിക്ക് അവകാശമില്ല? അയാളുടെ മരുമകനെ അടിക്കാൻ അയാൾക്ക് അവകാശമില്ല. നോക്കിയേട്ടാ, ഇങ്ങനെ അതും ഇതും സംസാരിക്കരുത്. സത്യം പറഞ്ഞ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല. പോടാ, ഇഷ്ടപ്പെടാതാണ് മോളെ കെട്ടിച്ചെന്നത്. വെറുതെ അല്ലല്ലോ, പയ്യനെ കണ്ട വെളുത്ത് തുടുത്ത് നല്ല ആപ്പിൾ പോലെ ഇരിക്കുമല്ലേ. 10-12 ആടുകൊണ്ടല്ലോ. നാട്ടുകാർക്കല്ല എന്നോട് നല്ല ബഹുമാനമുള്ളതുകൊണ്ടല്ലോ തന്നത്. എന്തോന്നാ നമ്മുടെ നാട്ടുകാർ പറയും? നമ്മുടെ നാട്ടുകാർ നല്ല രീതി പറഞ്ഞാലേ അതിലൊരു കുത്തുവാക്കും കൂടി കയറ്റിയേ പറയുള്ളൂ. പറഞ്ഞപ്പോ അങ്ങനെ എന്താ പറഞ്ഞെന്നറിയാവോ? എടാ മോനെ, നാട്ടുകാരെല്ലാം നിന്റെ അനിയനെ പറ്റി നല്ല അഭിപ്രായം തന്നെയാ പറഞ്ഞത്. കുറച്ച് ദേഷ്യം ഉണ്ടെന്നും പറഞ്ഞായിരുന്നു. ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ, മനസ്സ് നന്നായാ പോരാ മോനെ. വിശക്കുന്നവർക്ക് അവൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇങ്ങനെയുള്ളവനല്ലാതെ വേറെ ആർക്കാ പെണ്ണ് കൊടുക്കേണ്ടത്? ഈ ജന്മത്തിൽ ഞാനാണ് അവന്റെ അമ്മായിയപ്പൻ, അവനാണ് എന്റെ മരുമകൻ. അങ്ങനെ തന്നെയാണോ പറഞ്ഞത് ചേട്ടാ? അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് തലയടിച്ചു പൊട്ടിച്ചല്ലേ? എടാ, നീ തകർത്തത് അയാളുടെ തലയല്ല, അയാൾക്ക് നിന്നിലുണ്ടായിരുന്ന വിശ്വാസമല്ലേ? എന്താ പാർവതി, നിന്റെ അച്ഛൻ കഴിച്ചോ? അയാളെ കണ്ടു കഴിഞ്ഞാൽ ചോറും ചട്ടിയെല്ലാം പതറുമല്ലോ. എത്ര നാളിനി ഇവിടെ കിടക്കോ വെറുതെ തള്ളിക്കയറ്റാനായിട്ട്. വേണ്ട മോളെ, വിടുമോളെ. അദ്ദേഹം സംസാരിച്ചത് കൊടുത്ത് അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ എന്ത് വിഷമിക്കാനാ? നിന്റെ കെട്ടിയവൻ പറഞ്ഞ രീതി തെറ്റായിരിക്കും, പക്ഷെ ചോദിച്ചത് നല്ല കാര്യം തന്നെയല്ലേ. സ്വന്തം അമ്മയ്ക്ക് പോലും ഒരു നേരത്തെ ആഹാരം കൊടുക്കാത്ത ഇക്കാലത്ത് അമ്മായി ഇപ്പം വല്ലതും കഴിച്ചോന്നെങ്കിലും ചോദിക്കുന്നല്ലോ. അതൊരു വലിയ കാര്യം തന്നെയല്ലേ. സാറേ, ഈ കൊമ്പം പെറ്റമ്മയുടെ കാലിലല്ലാതെ വേറെ ആരുടെയും കാലിൽ വീഴില്ല. മോളെ എനിക്ക് തന്ന എന്റെ വീട്ടിൽ വന്നപ്പോഴും ചോറ് നക്കിക്കൊണ്ടിരിക്കണോ? പെണ്ണിനെ തന്നെ തന്നെ വീട്ടിൽ പോകണ്ടേ? എന്തിനാ എന്റെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നേ? എടാ പൊന്നുമോനെ, ഈ ഷർട്ട് കണ്ടോ? ആദ്യത്തെ വിഷുവിന് നിന്റെ അമ്മാവന്റെ അടുത്ത് തന്ന. ഈ ഷർട്ട് ഇട്ടോണ്ട് ഈ ചന്ത വഴി നടന്നാ നിന്നെ കണ്ണെടുക്കാതെ ആൾക്കാർ നോക്കും മോനെ. ഈ കളറോ? അതേടാ. ഇതിട്ടോണ്ട് ഞാൻ ഈ നാട്ടിൽ കൂടെ അങ്ങനെ നടന്നോണ്ടല്ലോ പഞ്ഞിമുട്ടായി വിൽക്കുന്നവനെ പോലെ ഉണ്ടായിരിക്കും. ഇതൊക്കെ മനുഷ്യരിടുവോ? അല്ല എന്താ പോലെ? എന്താ അമ്മാവാ? പഞ്ഞിമിഠായി വിൽക്കുന്നവരെ പോലെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അയ്യോ, അവൻ ഷർട്ട് മേപ്പോട്ട് കേറ്റുവാണല്ലോ. എന്താ പറഞ്ഞേ? പഞ്ഞിമിഠായി വിൽക്കുന്നവരെ പോലെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? പഞ്ഞിമിഠായി വിൽക്കുന്നവരെ പോലെ സൂപ്പർ ആണെന്നല്ലേ പറഞ്ഞത്. എന്താ മരുമോനെ, ഇപ്പോഴാണോ വരുന്നത്? അതെ അമ്മാവാ.
മോളെ പാർവതി, ഇന്നലെ 20 രൂപ പറഞ്ഞ തക്കാളി ഇന്ന് 30 രൂപയാണെന്ന്. മോളെ പാർവതി, എന്താ ഇത്? വന്നപ്പോ തന്നെ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു. അച്ഛനെ ഒരു പ്രാവശ്യം കൂടെ അടിക്കാൻ വേണ്ടിയാണോ? എന്താ അച്ഛാ ഈ പറയുന്ന? വന്നിരിക്കുന്ന ആൾ എന്റെ ഭർത്താവാണ്. വന്ന ആളോട് പുറത്തേക്ക് പോകാൻ പറയണോ? അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛനല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത്. കുത്തിനും പിടിച്ച് ചോദിക്കുക എന്തിനാ അടിച്ചെന്ന്. അല്ലാതെ എന്നോട് വന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കച്ചാ, അച്ഛൻ എനിക്ക് കണ്ണുപോലെയാ, അദ്ദേഹം എന്റെ കൈ പോലെ. എന്റെ മോള് സംസാരിക്കാൻ പഠിച്ചു. നീ എന്തിനാടാ ഇവിടെ വലിഞ്ഞേറി വന്നേ? ഞങ്ങളെ ഒരു 3 ദിവസം സമാധാനമായിട്ട് ജീവിക്കാൻ വിടില്ലേ? ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ടൊന്നും വന്നതല്ല, എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി അവളെ നീ എന്തിനാ തേടി വന്നേ? അവള് നിന്റെ കൂടെ വരില്ല. അത് നിങ്ങൾ പറയണ്ട, അവള് പറയട്ടെ. ദേ നോക്ക് പാർവതി, ഇനി ഒരു വഴക്കിനും പോയില്ലെന്ന് എനിക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. സാവകാശം കുറച്ചോളാം. ഇതെന്റെ അമ്മയാണ് സത്യം. ഭഗവാനെ, എന്നെ പിടിച്ചെന്തിനാണ് സത്യം വിടുന്നേ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം പറഞ്ഞതാ? അമ്മയോട് സത്യം ചെയ്തിട്ടുണ്ട്, അമ്മയെ കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പാർവതി, ഇനി ഞാൻ ഒരു ബഹളത്തിനും പോവില്ല. ഇനി എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നേക്കാം. ഇതിൽ കൂടുതൽ എന്താ പറയണ്ടെന്നറിയില്ല. എടി മോളെ, ഇവൻ പറയുന്നത് നീ കേക്കല്ലേ? ഇവൻ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും പെങ്ങളെ. നിന്റെ അഭിപ്രായം എന്താ മോളെ? അല്ലച്ചാ, ഇവിടെ കുറച്ചുനാൾ നിക്കാന്ന് പറയുന്നില്ലേ? ഒരു 10 ദിവസം ഇവിടെ നിക്കട്ടെ. തെറ്റാ മോളെ, അത് വലിയ തെറ്റാ. ഒരു മരുമോന്റെ വീട്ടില് അമ്മായിയപ്പന്റെ ജീവിതകാലം വരെ കഴിയാം. പക്ഷെ അമ്മായിയപ്പന്റെ വീട്ടിൽ മരുമോൻ ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല. അത് അവനും നാണക്കേടാണ്, നമുക്കും കുറച്ചില് തന്നെയാ മോളെ. മോള് പൊയ്ക്കോ. പോകാന്ന് പറഞ്ഞ ഞാനും കൂടെയുണ്ട്. ആ പറയുന്ന കണ്ടില്ലേ തെറ്റാണെന്ന്? ഇവന്റെ കയ്യിൽ നിന്ന് 2 കൂടി കിട്ടിയാലേ നിങ്ങൾ പഠിക്കൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവാനാ? നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ദേ വന്നല്ല വനമാല എന്റെ സീമന്തപുത്രനെ അന്വേഷിച്ച്. ഇവന്മാരില്ലെങ്കി അവനില്ല, ഇവനില്ലെങ്കി അവന്മാരില്ല. ഒന്ന് പോടാ ഇവിടുന്ന്. എന്നെ എന്തിനാ അന്വേഷിച്ചു വന്നേ? എടാ, ആരാടാ ഇവിടെ മുകുന്ദൻ? ഞാനാ സാറേ. അല്ല, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. വാ. എന്ത് കംപ്ലൈന്റ് സാറേ? എടാ, അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല. സ്റ്റേഷനിൽ വന്ന് മനസ്സിലാക്കിയാൽ മതി. വാടോ. നിന്റെ പേരെന്താ? സത്യ. നിന്റെ അച്ഛന്റെ പേര്? മനോഹരൻ, കെ മനോഹരൻ സാർ. എന്റെ അമ്മായിച്ചൻ എവിടെ സാർ? ഡോ, കുറച്ചേരം അവിടെ നിൽക്ക്. കൊമ്പ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മായിയപ്പനെ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തോണ്ട് വന്നത് ജയിലിനകത്ത് അടയ്ക്കാനൊന്നുമല്ല, ജയിലിനകത്തുള്ളമാരെ വെച്ച് കൊല്ലാനാ. എന്റെ അമ്മായിച്ചനെ എന്തിനാ കൊല്ലുന്നേ? എന്നോട് പ്രതികാരം ചെയ്യാനാ? അതല്ല കൊമ്പ, നീ ഓർക്കുന്നുണ്ടോ ആ ഭാസ്കറിന് നീ അടി കൊടുത്തത്? അതിനവന്റെ അച്ഛൻ എന്താ ചെയ്തെന്നറിയാമോ? വീട്ടിൽ കയറി വന്നപ്പോ അവന്റെ മുട്ടുകാൽ അന്നേ തല്ലി ഓടിക്കേണ്ടതായിരുന്നു. അതിന് നേരം വരും എന്നേരം മതിയെന്ന് പറഞ്ഞില്ലേ? അത് അച്ഛന്റെ തെറ്റാണ്. അന്ന് എന്നെ അടിച്ചു, ഇന്ന് അളിയനെ അടിച്ചു, നാളെ അച്ഛനെ ആയിരിക്കും അടിക്കുന്നത്. ഇനി വേണ്ടച്ചാ, ഇനി ഇങ്ങനെ വിട്ടാലുണ്ടല്ലോ, വേണ്ട, നായുടെ വില പോലും കിട്ടില്ല. എന്താ മോളെ, മരുമോന് സുഖം തന്നെയല്ലേ? അങ്ങേർക്ക് ഒരു കുഴപ്പമില്ല. ആ കൊമ്പന്റെ കെട്ടിയോള് അവിടെ അച്ഛനെയും കൊണ്ട് ആശുപത്രി വന്നിരിക്കുക. അവൻ വന്നിട്ടുണ്ടോ? അവനെ എന്തിനാച്ചാ? അവന്റെ ഭാര്യയെ പൊക്കിയ അവൻ തനിയെ വന്നോളൂ അച്ഛാ. അവൻ എവിടെ പോകുന്നു നോക്കി വെക്കേ. അച്ഛൻ ഇപ്പൊ തന്നെ അവിടെ എത്താം.